ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ചധികം നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ വിചാരിച്ചു ഓശാന ഞായറാണെന്ന്. സോ ഇന്നലെ കൊഴുക്കട്ട ശനിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റില്ല. സോ വി തോട്ട് ലൈക്ക് ടുഡേ വിൽ മേക്ക് കൊഴുക്കട്ട. കോഴിക്ക് ഇപ്പോഴാണ് രാവിലെ ആയി തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ വി ഗോണ മേക്ക് കൊഴുക്കട്ട ടുഡേ. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ കുട്ടി റയാൻ കൂടിയിട്ട് അപ്പോൾ ഞാനും റയാനും കൂടി ചേർന്നിട്ട് ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. സീ യു ഗൈസ് ഓൺ ദ വീഡിയോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം. നമുക്ക് വെള്ളം ചൂടാക്കണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ പൊടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇത് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ നമുക്ക് തേങ്ങ ചിരകണം, പിന്നെ അത് ഉരുക്കണം, ശർക്കരയിട്ട് ഉരുക്കണം. അങ്ങനത്തെ കുറച്ചധികം പരിപാടികളുണ്ട്. നമ്മുടെ റയാൻ ഇവിടെ കൊണ്ട് ചാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, സോ റയാനെ കാണിച്ചു കൊടുക്കാം. സേ ഹായ് റയാൻ. ഹലോ, സേ ഹലോ. ഹലോ ഹലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ റയാൻ ഇവിടെ കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് എടുത്ത് വെച്ച് ഓക്കെ യാ. സോ നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ പൊടിയൊക്കെ മിക്സ് ചെയ്യാം, പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ചിരകി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇടണം, പിന്നെ അത് ഉരുക്കി വെക്കണം, ഇൻ ബിറ്റ്വീൻ പൊടി എടുത്തിടണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. സക്സസ്ഫുൾ ആവോ എന്നറിയില്ല, ബിക്കോസ് ഞാൻ കൊഴുക്കട്ട ഇതിനു മുമ്പ് കുറേ നാൾ മുന്നേ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലെറ്റ്സ് സീ സക്സസ് ആവോ എന്ന് നോക്കാം. എന്തായാലും നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. സോ നോ വറീസ്, ലെറ്റ്സ് മേക്ക് ഇറ്റ്, ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. സീ, വെട്ടി തിളച്ച വെള്ളം. നമ്മളിനി വെട്ടി തിളച്ച വെള്ളം മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അനങ്ങാതിരിക്കണം. ഞാനിവിടെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പൊടി ഇടാം കുറച്ച്. ഞാൻ യൂഷ്വലി മെഷർ ചെയ്ത് പൊടി ഇടുന്ന ആളാണ്, പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഐ തോട്ട് ലൈക്ക് മേ ബി വിൽ ഡു ലൈക്ക് ദിസ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇടുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ആകെ ഇത്ര പൊടിയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് പൊടി മാറ്റി വയ്ക്കാം. ബിക്കോസ് എങ്ങാനും വെള്ളം കൂടിയാൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് കുറച്ച് ഉപ്പിടാം ഗൈസ്. കുറച്ച് ഉപ്പിട്ടിട്ട് ഉപ്പ് മതിയാകുമായിരിക്കും അല്ലേ? ലെറ്റ്സ് ട്രൈ. ജീവിതത്തിലെല്ലാം ട്രൈകളാണല്ലോ. പക്ഷെ പൊടിയൊക്കെ പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ, ബിക്കോസ് ഞാനിപ്പോൾ സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് വെള്ളത്തിന് നല്ല ചൂടാണല്ലോ. ഉപ്പ് പാത്രം മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് ആവശ്യത്തിനുള്ള വെല്ലം തോന്നുന്നു. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പൊടി ഇപ്പോഴും നല്ല കറക്റ്റ് മിക്സ് ആയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഒരു കൊഴുക്കട്ട നമ്മൾ ഉണ്ടാക്കാൻ പോവല്ലോ റയാനോ. നമ്മൾ കൊഴുക്കട്ടയിൽ ഉണ്ടാക്കണത് കൊഴുക്കട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളോ. ഇതിപ്പോൾ എത്ര കൊഴുക്കട്ട ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ. യൂഷ്വലി എല്ലാം മെഷർ ചെയ്യുന്ന ആളാണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ മേക്കിംഗ് കൊഴുക്കട്ട. ഇപ്പോഴും നമ്മുടെ ഇത് ശരി. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വെള്ളം തിളപ്പിക്കേണ്ടവരെന്ന് തോന്നണം കേട്ടോ. ഈ വെള്ളം അങ്ങ് മതിയാവാത്ത പോലെ. നമ്മൾ വെള്ളം ആക്ച്വലി തീർന്നു, പക്ഷെ നമ്മുടെ കുഴ ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ ചീറ്റിപ്പോയെന്ന് തോന്നുന്നു. ഐ തിങ്ക് വി ഹാവ് ടു ബോയിൽ സം മോർ വാട്ടർ. നമുക്കിനി ഒന്ന് വേണമെങ്കിൽ ഒന്ന് കൈവച്ച് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് കറക്റ്റ് ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടി വെള്ളം വെച്ചേക്കാം. ആയിട്ടില്ല. ഇതിപ്പോൾ പുട്ടിന് കുഴച്ച പോലെയായിരുന്നു എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം വയ്ക്കാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ വെള്ളം ഒന്നും കൂടി ചൂടാവുന്നത് വരെ നമുക്ക് വി ഹാവ് ടു വെയിറ്റ്. എന്താടാ നമ്മൾ ആക്ച്വലി ഇവൻ ഉദ്ദേശിച്ച കോഴിമുട്ട എന്ന് പറയുന്നത് നമ്മുടെ പിടി ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ. പക്ഷേ ആക്ച്വലി വി ആർ നോട്ട് മേക്കിംഗ് പിടി ടുഡേ, വി ആർ ട്രൈങ് കൊഴുക്കട്ട. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ പിടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആളാണ് കുഴയ്ക്കാനൊക്കെ എക്സ്പേർട്ട്. ബോൾസ് ഉണ്ടാക്കണമല്ലോ പിടി ഉണ്ടാക്കാൻ നേരത്ത്. എടാ അതിൽ പണിയല്ലടാ. ഏയ് നോ റിയാൻ, നോ. നോ ഇപ്പോൾ കറക്റ്റ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി വെള്ളം മതിയായിരുന്നു. നല്ല ചൂടാണ്, കയ്യൊന്നും വെക്കാൻ മേലാത്ത ചൂടാണ്. അതുകൊണ്ട് ഞാൻ യൂഷ്വലി ഇടിയപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ യൂഷ്വലി ട്രൈ ചെയ്യാറില്ല കേട്ടോ. ബിക്കോസ് ഇതെനിക്ക് അത്ര കറക്റ്റായിട്ട് വരാറില്ല സക്സസ്ഫുൾ. ഇപ്പോൾ കറക്റ്റ് ചെയ്താൽ നമ്മുടെ പുട്ടുണ്ടാക്കുന്ന പരുവത്തിലുള്ള പൊടിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മൾ എങ്ങാനും വല്ല ഇഷ്യൂ വന്നാലോ എന്ന് ഓർത്തിട്ട് കുറച്ച് പൊടി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളം കൂടിയാലും നോ വറീസ്, വി ക്യാൻ മാനേജ്. മാജിക്കലടാ, മാനേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കുഴക്കൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് വാട്ടർ ഇവിടെ ഇതിൻ്റെ ചൂടൊക്കെ പോയി നോക്കിയിട്ട്. ഓക്കെ, ഇത്തവണ കുറച്ച് സെറ്റായിട്ട് നോക്കട്ടെ. നമ്മുടെ പൊടി ഇപ്പോൾ കുറച്ച് സെറ്റായിട്ടും തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ. വെള്ളം കൂടിപ്പോയെന്ന് തോന്നാണ് ഭർത്താവ്. വെള്ളം കൂടിപ്പോയാലും നോ വറീസ്. ഇത് മുകളിൽ മാത്രം കേട്ടോ. സംഭവമൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അത് അറിയില്ലാത്തവർക്ക് കേട്ടോ. ഓക്കെ, സോ ഐ തിങ്ക് ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈ വെച്ചൊന്ന് കുഴയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇച്ചിരി ടാസ്ക് ഫുള്ളായിരിക്കും. ബിക്കോസ് എല്ലാത്തിനും നല്ല ചൂടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്തവണ എടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. ബട്ട് നോ വറീസ്. നല്ല ചൂടാണ് കേട്ടോ, വിചാരിക്കുന്ന പോലെയല്ല, നല്ല ചൂടാണ്. ഓക്കെ, സോ ഐ തിങ്ക് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി പൊടിയിട്ടേക്കാന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് കുറച്ച് കുറവുള്ളത് പോലൊരു നനവ് കൂടുതലുള്ളത് പോലൊരു തോന്നൽ. നമ്മൾ കുറച്ചും കൂടി പൊടിയിട്ട് കുഴയ്ക്കാൻ പോവുകയാണ് ഗൈസ്. ഇതുപോലൊരു ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ. ദിസ് ഈസ് ആർ ബോൾ. കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഇത്രയും വലിയ ബോൾസ് വേണമെന്നാണോ? ഇത്രയും വലിയ ബോളിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ചും ശർക്കര ഇട്ടിട്ട് അങ്ങോട്ട് പുഴുങ്ങിയെടുക്കും. ഒരു വലിയ കട്ട് ചെയ്ത് കഴിക്കും അല്ലേ? ഓക്കെ, സോ നമ്മുടെ ബോൾ റെഡി ആയെന്ന് തോന്നുന്നു. എന്തായാലും മതിയായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. പൊടി ഇടണമെന്നുള്ളത് അറിയില്ല. കുറച്ചുകൂടി പൊടിയിട്ടേക്കാലേ. ജസ്റ്റ് കുറച്ച് പൊടിയിട്ട് നമുക്കൊന്ന്, ബിക്കോസ് കുഴച്ച് കഴിയുമ്പോൾ കയ്യിലൊന്നും ഒട്ടിയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം. കയ്യിലൊട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിൽ വെള്ളം കൂടി എന്നാണ് അർത്ഥം. ഇപ്പം നിലവിൽ നമ്മുടെ കൈ ക്ലീനാണ്. ബിക്കോസ് കണ്ടോ, വലിയ പൊടികളൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ലംസ് ഫോം ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ലംസ് ഉണ്ടാവും. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ തോന്നുന്നു. ഓക്കെ, സോ വി ഹാവ്
made this thing. Now we have to make. നമുക്കിനി ശർക്കര വെക്കാനുള്ള പരിപാടികൾ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചു. ഇനി നമുക്ക് ശർക്കര ഇട്ട് ഉരുക്കണം. നമ്മുടെ തേങ്ങ ഇവിടെ ഉണ്ട്, കണ്ടോ, തേങ്ങയുണ്ട്. സോ തേങ്ങയും ശർക്കരയും കൂടി നമുക്ക് ഈ ചട്ടിയിലിട്ട് ഉരുക്കാം. കുറച്ച് ജീരകം കൂടി ഇടാം, കുറച്ച് ഫ്ലേവർഫുൾ ആവാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, സോ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ അവിടെ ഇതാണല്ലോ. അപ്പം നമ്മൾ ഓൾറെഡി ജാഗരി പൗഡർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ജാഗരി പൗഡർ യൂസ് ചെയ്തിട്ടാണ്. ഇത് പഞ്ചസാര അല്ലടാ, ശർക്കരയാണ്, മറയൂർ ശർക്കര പൊടി, കണ്ടോ. അപ്പോൾ ഈ സംഭവമാണ് കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ചട്ടി എടുപ്പത്ത് വയ്ക്കാം. ആൻഡ് ദെൻ ശർക്കരയും ജാഗരിയും തേങ്ങയും ശർക്കരയും പിന്നെ കുറച്ച് ജീരകവും കൂടി ഇടാം. ജാഗരിയും ജീരകവും തമ്മിൽ അങ്ങോട്ട് മിക്സ് ആയി വരും. ഓക്കെ, സോ നമുക്ക് ആ പരിപാടി ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, സോ നമ്മളപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും ജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് മറ്റേ സംഭവം ഉണ്ടാക്കാൻ പോവാണ്. വാവ്, എന്നാ കുറച്ച് പൊടി വായിലിട്ടോ. വാവ്, അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങയും ശർക്കരയും ജീരകവും കൂടി പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, നമ്മൾ ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ തേങ്ങ ഇട്ടു, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ തേങ്ങ ഇടുന്നു, ശർക്കര ഇടുന്നു, ആവശ്യത്തിന് ശർക്കര ഇടുന്നു. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്ന പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലാതെ അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ചൂടാക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ജീരകം ഇടാം നമുക്ക്. ഓ മൈ ഗാഡ്, നല്ല രീതിയിൽ ജീരകം കിടക്കട്ടെ, നല്ല ഹെൽത്തി ആയിട്ട്. അപ്പം നമ്മൾ നമ്മുടെ ജീരകം കൂടി ഇട്ടു. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അധികം നേരം വെക്കില്ല കേട്ടോ, അത് പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കും. വിളയ്ക്കുക എന്ന് പറഞ്ഞാലും അങ്ങനെ ഫുൾ വിളയിക്കൽസ് നമുക്കില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് വിളയിക്കുള്ളൂ. അപ്പം മറ്റേ ടൈപ്പ് ശർക്കര ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമ്മൾ വിളയിക്കാൻ വെക്കുമായിരുന്നു. ഇതിപ്പോൾ ശർക്കര പൊടി ആയതുകൊണ്ട് നമ്മളധികം റിസ്ക് എടുക്കുന്നില്ല. കുറച്ചുകൂടി ശർക്കര ഇടാമെന്ന് തോന്നുന്നു. ബിക്കോസ് ഈ ശർക്കര വെള്ളത്തിൽ കിടക്കുമ്പോൾ, അല്ല വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ, ആവിയിലിട്ട് വേവിക്കുമ്പോൾ കുറച്ച് ശർക്കരയുടെ ഒരു ഫ്ലേവർ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ശർക്കര വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യണം. ഇതിന് വേണ്ടി പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാം. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കേട്ടോ. ആക്ച്വലി എൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ പായസത്തിലൊക്കെ അങ്ങനെ ഇടുന്നു ഞാൻ കേൾക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നുള്ളൂ. അപ്പം നമ്മുടെ ശർക്കര നല്ല വിളഞ്ഞുളഞ്ഞ് വരുന്നുണ്ട്, വെള്ളം പോലെ ആയി കണ്ടോ, ഒത്തി തുടങ്ങി നമ്മുടെ ചട്ടകത്തിൽ. അപ്പം നമുക്ക് ആ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഞാൻ മറ്റേ ജീരകത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ജീരകവും ഇതൊക്കെ നന്നായിട്ട് പിടിച്ചതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമ്മുടെ സംഭവം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നന്നായിട്ട് വെള്ളം ഇതായി, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവോ, നന്നായിട്ട് വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ സംഭവത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ബോൾ ഉണ്ടാക്കാം, ഇതിലേക്ക് വെക്കാം, ബോൾ ക്ലോസ് ചെയ്യാം. കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം. നമ്മുടെ ശർക്കരയും തേങ്ങയും ജീരകവും കൂടിയുള്ള മിക്സാണിത്. നമുക്ക് കുറച്ചും കൂടി ജീരകം ഇട്ട് കൊടുക്കാം.
ഓരോ ബൈറ്റിലും ജീരകം കടിക്കട്ടെ. എപ്പടി ജീരകം അധികമായിട്ട് പോയാവും. ദാറ്റ്സ് ഓക്കെ. നമുക്കപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബോൾസ് ആക്കാം. അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ നമുക്കിവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ ഒന്ന് വെച്ച് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചധികം സ്പേസ് ആയി നമുക്ക് ആവശ്യമില്ല. കുറച്ച് ചക്കക്കുരുസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റിടാം. ഇതൊന്ന് തുടച്ച് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ. അതിന് ശേഷമാണ് നമ്മൾ ഉരുട്ടാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പം ഞാനും നാനോയും കൂടി ചേർന്ന് നമ്മുടെ ബോൾസ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. നമ്മുടെ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചൂട് പോയിന്ന് തോന്നുന്നു. ചൂട് പോയില്ല കേട്ടോ. നമ്മുടെ ശർക്കര ഇവിടെ റെഡിയാണ് കണ്ടോ. ആൻഡ് നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. സോ നമ്മൾ ഇനി ബോൾസ് ഉണ്ടാക്കി ഈ പ്ലേറ്റിലേക്ക് വെക്കാൻ പോവാണ്. മാനേനോ, നമ്മൾ ഫസ്റ്റ് ബോൾ നമ്മൾ ഉരുട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ബോൾ എടുത്ത് ഇതുപോലെ ഒരു സൂത്രമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബോളിൻ്റെ ഉള്ളിലേക്ക് എന്താക്കണം, നമ്മുടെ ഒരു സ്പൂൺ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, സോ നമ്മളൊരു ചെറിയൊരു സ്കൂപ്പ് നമ്മുടെ സാധനം എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതൊരു ബോളാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക് കേട്ടോ. ബോളാക്കാൻ വലിയ അറിയില്ല. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വല്ല ആംഗിളിലൊക്കെ ആയിപ്പോവും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ നമുക്ക് നിലവിൽ ഈ കൊഴുക്കട്ട ഇതിങ്ങനെ കഴിക്കാം. നമ്മുടെ കൊഴുക്കട്ട ഇച്ചിരി കിഴക്കോട്ടായിന്നേ ഉള്ളൂ. ഇത് സംഭവം പൊളിയാണ്, കണ്ടില്ലേ. അധികം നമ്മൾ മെനപണിയാൻ നിന്നാൽ നമ്മുടെ ബോൾ പൊട്ടിപ്പോവും. സോ നമ്മളധികം മെനപണിയുന്നില്ല ഗൈസ്. സോ ലൈക്ക് യുനോ നമുക്കത് ഇതുപോലത്തെ ഒരു ബോൾ കിട്ടിട്ടോ. ദാറ്റ്സ് ഓക്കെ. അപ്പം നമ്മളിത് നെക്സ്റ്റ് ബോൾ ബിൽഡ് ചെയ്യാണ്. ഞാൻ ആക്ച്വലി ഒരു കോട്ട പോലെ ആയിട്ടുണ്ടാവണേ. അതുകൊണ്ടാണ് ഇനി കോട്ടാന്നായിരിക്കും. ഇനി കോട്ട പോലെ ബിൽഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ആളെ ഒളിപ്പിക്കുന്നതുകൊണ്ട് കൊഴുക്കോട്ടാന്ന് വരുമെന്നായിരിക്കും, അറിയില്ല അല്ലേ. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ അടുത്ത ആളെ ഉള്ളിൽ ഒളിപ്പിച്ചു. നമ്മൾ കോട്ട ക്ലോസ് ചെയ്യണം. യുവർ നെക്സ്റ്റ് ടാസ്ക് ഇസ് നമുക്കത് അടുത്ത ബോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബോൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാനോയും ദേ ഒരു ബോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ബോൾ ഉണ്ടാക്കുക. നാനോയുടെ ബോൾ കണ്ടോ. വാവ്. ഇനി നടുക്കൊരു ഓട്ടയിട്. ശർക്കര വയ്ക്കണ്ടേ. പിയോ. ഞാൻ ഓട്ട വലുതാക്ക്. നോക്കട്ടെ നാനോയുടെ കൊഴുക്കട്ട. വാവ്. നാനോയി കൊഴുക്കട്ട ഉണ്ടാക്കുന്നു കേട്ടോ. ദേ നാനോയി അപ്പോൾ വലിയ ഓട്ട ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ശർക്കര വയ്ക്കാം. അപ്പോൾ നമ്മളിനി നാനോയുടെ ഇതിൽ കുറച്ച് ശർക്കര ഇടാൻ പോവാം കേട്ടോ. ഇനി കോട്ട പൂട്ട് ബോളടക്കി. വാവ്. ബോളാക്കിയോ. വാവ്. അങ്ങനെ നമ്മുടെ നാനോയി ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിട്ടോ ഗൈസ്. നോക്കട്ടെ നാനോയുടെ കൊഴുക്കട്ട. വാവ്, സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മളിത്
3 ഞാൻ ഉരുട്ടിയതാ. ഇത് നമ്മുടെ നാനോയുടെ കൊഴുക്കട്ടയാണ് കേട്ടോ. സി, ഒരു വെല്ലുണ്ണിയും ഒരു ചെറിയുണ്ണിയും. ക്യൂട്ടല്ലേ? ഓക്കെ. സോ ഇനി നമ്മൾ അടുത്തത് നാനോയി വാ കുഴക്കി. നമ്മൾ അടുത്തത് നാനോയ്ക്ക് ചെറിയ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. കൊഴുക്കട്ട ഉണ്ടാക്കാം. ഇവിടെ നിന്നുണ്ടാക്കുക. അപ്പോൾ നമ്മുടെ നാനോ ഇതേ കൊഴുക്കട്ട ഉണ്ടാക്കാം കേട്ടോ. കുറച്ചുകൂടി നീങ്ങുന്നു. ഇതിങ്ങനെ നന്നായിട്ട് ഉരുട്ടണം. നന്നായിട്ട് ഉരുട്ടി ഒരു ബോൾ പോലെ വരും. എന്നിട്ട് ഇതിങ്ങനെ ഒരു കോട്ട പോലെ ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ഇട്ടതിന് ശേഷം നമ്മളത് ക്ലോസ് ചെയ്യും. കോട്ട ഉണ്ടാക്കിയല്ലോ. ഇതുണ്ടാക്കിയോ? ഓക്കെ. നാനോയി നമുക്ക് കോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നാനോയുടെ ഇതിലേക്ക് നമുക്കൊരു ഇച്ചിരി ഇതിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നമ്മൾ ഉരുട്ടി കഴിഞ്ഞു കേട്ടോ. ഈ സൈഡിലിരിക്കുന്ന 4 നാനോയുടെയാണ്. നാനോയുടെ ഉരുട്ടൽസാണ്. അപ്പോൾ അടുത്ത വലിയ ബോൾസ് എല്ലാം എൻ്റെയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം ഇരിക്കുന്ന ഇവിടെയല്ല. നമ്മുടെ ശർക്കര പാത്രം ബാക്കിയുണ്ട്. നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ചട്ടിയിൽ കുറച്ച് ബാക്കിയുണ്ട് ശർക്കര ഉരുക്കിയുണ്ട്. അപ്പോൾ അത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനും നാനോയും കൂടി അത് കഴിക്കാൻ പോവാണേ. അപ്പോൾ ഇതൊരു എപ്പിക് സംഭവമാണ് കേട്ടോ, ചട്ടിയിലിരുന്ന് കഴിക്കുക എന്നുള്ളത്. കഴിച്ചോ, നല്ല ടേസ്റ്റാണ്. തിന്നോടാ. പണ്ടത് മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും ചേച്ചി അനിയത്തിയും കൂടി ഇതിനെ ചുറ്റും ഇരുന്നിട്ട് ഈ ചട്ടി പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഈ ഉമ്മാർക്ക് കൊടുത്ത് ഇങ്ങനെ കഴിക്കുന്നു. അതുപോലെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. മമ്മി ഉണ്ട പിടിക്കുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് ബാക്കി വരുമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ട പിടിക്കുന്ന സമയത്ത് അടുത്ത് പോയിരിക്കും മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ട പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് തീരാറാകുമ്പോൾ പിന്നെ മമ്മി അതങ്ങോട്ട് തരും. അതും ഇങ്ങനെ തന്നെയാണ്. ശർക്കരയും അരിയും ഒക്കെ ഇട്ടൊരു സംഭവമാണ്. അരിയല്ല, ജീരകം, തേങ്ങയും ശർക്കരയും. അപ്പോൾ അത് നമ്മളിങ്ങനെ കഴിക്കും. ഇതൊക്കെ ഇങ്ങനെ ചട്ടിയൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. പെരുന്നാളിൻ്റെ തലേ ദിവസം മമ്മി ഉണ്ട പിടിക്കുന്നതും. നമ്മൾ ചട്ടി പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ബോൾസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ബേസ് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇല കയറാൻ പോകാം കേട്ടോ. വാഴല കയറിയിട്ട് വരാം നമുക്ക്. അപ്പോൾ വാഴല നമ്മൾ എന്തെങ്കിലും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അത് ഉപകാരപ്രദമായിരിക്കും എനിക്ക് തോന്നുന്നു. സോ നമുക്ക് വാഴല കറി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബേസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷറബറേന്ന് ഇത് ഒതുക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് സ്റ്റീം ചെയ്യാം. ഓക്കെ. സോ നമ്മൾ കവർ ചെയ്യാണ്. നമുക്ക് ഇതിനെ അടുപ്പത്ത് വെച്ച് കുട്ടപ്പനാക്കാം. നമ്മുടെ സംഭവം എന്തായാലും നോക്കണ്ടേ. വാവ്, എന്തോന്ന് തോന്നുന്നുണ്ടോ. നമുക്കൊരു ഓക്കെ സ്പൂണിട്ട് കുത്തി നോക്കി നമ്മൾ, പക്ഷെ ഒന്നും ഒട്ടിയിട്ടൊന്നുമില്ല.
എനിക്ക് തോന്നുന്നു വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് മതിയായിരിക്കും അല്ലേ? അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല, ഓക്കെയാണ്. ഇച്ചിരി ഉപ്പ് കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം.